ഹലോ. അപ്പോൾ നമ്മൾ ഇന്നലത്തെ വീഡിയോൻ്റെ ബാക്കിയാണിത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാൻ കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഒരു തൊട്ടാവാടിനെയും കൊണ്ടാണ് വന്നത്. ഈ തൊട്ടാവാടി തൊട്ടാവാടില്ല, അതേപോലെ ചില മനുഷ്യന്മാരങ്ങനെയാണല്ലേ. പക്ഷേ തൊട്ടാവാടാൻ നിൽക്കരുത് കേട്ടോ. തൊട്ടാവാടാൻ നിന്നാൽ തൊടാനായിട്ട് ആൾക്കാർ ഇഷ്ടംപോലെ ചുറ്റുണ്ടാകും. അപ്പോൾ എൻ്റെ ഒരു മോർണിംഗ് റൊട്ടീനാണ് കേട്ടോ അത്. അപ്പോൾ ഇന്ന് ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഞാൻ ഒരു മാറ്റമുള്ള ഒരു ലൈഫിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഇന്നലെ രാത്രി ഉണ്ടാക്കി വെച്ച, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലോ, ചിക്കനും ഗ്രീൻ പീസും ഉരുളക്കിഴങ്ങൊക്കെ വേവിച്ച് വെച്ചിരുന്നല്ലോ, അതൊന്ന് സവാളയും കറുവപ്പട്ട ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് വഴച്ചെടുക്കുകയാണ്. എന്നിട്ട് അതിന് ശേഷം ആ ചിക്കനൊക്കെ ഇട്ടെടുത്തു. പിന്നെ നമ്മളെ മാവൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളപ്പം ഉണ്ടാക്കണം. അപ്പോൾ അതിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടോ. അപ്പോൾ അങ്ങനെ വെള്ളപ്പത്തിൽ ചട്ടിയൊക്കെ എടുത്തിട്ട് നന്നായിട്ടൊന്ന് കേക്ക് എടുക്കുകയാണ്. അപ്പോൾ കേക്ക് ചട്ടി ഇതാ അടുപ്പത്തേക്ക് വെക്കുന്നുണ്ട്. കറി അവിടെ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. തിളച്ച് വന്നപ്പോഴത്തേന് തേങ്ങയും ചുവന്നുള്ളിയും അരച്ചിട്ട് കറിക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. ഒരു വൈറ്റ് കറിയാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കുന്നത്. വൈറ്റ് കറി ആകുമ്പോൾ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ്. അപ്പത്തേക്ക് ദോശയ്ക്കും ഒക്കെ, ഉഴുന്നിട്ട ദോശയ്ക്കും ഉഴുന്നിട്ട അപ്പത്തേക്കും ഒക്കെ കേട്ടോ. അപ്പോൾ തേങ്ങയൊക്കെ ഇട്ടു. പിന്നെ കുറച്ച് കുരുമുളക് ഇട്ടെടുത്ത് എരിവിന് വേണ്ടിയിട്ട് 2 പച്ചമുളക് ഇട്ടിട്ടേന് വേവിച്ചിരുന്നത്. പിന്നെ ഇതാ വെള്ളപ്പം ചുട്ടെടുക്കുകയാണ്. അപ്പോൾ ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ചൂടായതിന് ശേഷം ഒരു കയ്യിൽ മാവ് വെച്ചു ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചെടുത്ത്. അപ്പോൾ ഇത് പുതിയ ചട്ടിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നല്ലവണ്ണം നന്നാവുന്നുണ്ട്. മറ്റേ ചട്ടി ഒരു 8 വർഷം ആയിട്ടുണ്ട് ഇനി. അപ്പോൾ അത് കേടായി തുടങ്ങിയിട്ടുണ്ട് ഇനി. അപ്പോൾ ഞാൻ പുതിയ ചട്ടി മാറ്റി വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അപ്പൊക്കെ ഓരോന്നിങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എന്താണെന്നുള്ളത് ബാക്കി പറയണ്ടല്ലേ. അപ്പോൾ അങ്ങനെ ഞാനിതാ ഒരുപാട് കാലത്തെ ആഗ്രഹം സാധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇന്നിപ്പോൾ നമുക്ക് ക്ലാസ് തുടങ്ങുന്ന ദിവസമാണ്. അപ്പോൾ ക്ലാസ്സിന് പോകാൻ വേണ്ടിയുള്ള ഒരുക്കങ്ങളാണോ. അപ്പോൾ എന്നത്തിലേറെ നേരത്തെ എണീറ്റാലും ഒരുങ്ങിയാൽ എണീക്കൽ സാധാരണ ടൈമിൽ തന്നെയാണ്. 5:30 മണിക്കൊക്കെയാണ് അലാരം വെക്കുക. പക്ഷേ അത് ആയി വരുമ്പോഴത്തിന് ഒരുപാട് ടൈമാകും. പിന്നെ 10 മണിയാകുമ്പോഴത്തിന് ക്ലാസ് തുടങ്ങും. 10:30 ആകുമ്പോഴത്തേനാണ് തുടങ്ങുക. 10 മണിയാകുമ്പോഴത്തിന് വീട്ടിൽ നിന്ന് ഇറങ്ങണം. കുട്ടീനെ അംഗൻവാടിക്ക് കൊണ്ടുപോയക്കണം. മക്കളെ 2 സ്കൂൾക്ക് പറഞ്ഞയക്കണം. അങ്ങനെ തിരക്കുള്ള ദിവസമാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ചോറൊക്കെ ആക്കിയിനി. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല എന്നാണ് തോന്നുന്നത്. ചോറിന് വെള്ളം ആണ് ഞാൻ ഇപ്പോൾ ഫസ്റ്റ് വെക്കൽ. അപ്പോൾ നിജു ബേബി എണീറ്റ് വന്നു. അപ്പോൾ ഞങ്ങൾ ഇന്നലെ കടയിൽ പോയപ്പോൾ കടയിൽ നിൽക്കാൻ്റെ ഫ്രണ്ടിൻ്റെ കടയിനി. അപ്പോൾ അവിടെ നിന്ന് ഒരു കാറൊക്കെ കിട്ടിയപ്പോൾ അതുകൊണ്ടെല്ലാം കളിയാണ് കേട്ടോ. പിന്നെ ചീര നന്നായിട്ടുണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് എടുക്കണില്ല എന്ന് വിചാരിച്ചിങ്ങനെ നിൽക്കുകയാണ്. ഇക്ക അവിടെ ഇല്ലാത്തതുകൊണ്ട് എടുക്കണില്ല വിചാരിച്ചിനി. പക്ഷേ ഇപ്പോൾ കുറച്ചൊന്ന് താളിക്കട്ടെ. ഉച്ചയ്ക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോഴത്തേന് പിന്നെ കറിയൊന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ടല്ലോ വിചാരിച്ച് കുറച്ച് ചീര പറിച്ചിട്ടോ. ഒരു 2-3 ഇതിങ്ങനെ പൊട്ടിച്ചെടുത്ത് ഇനി അതൊന്ന് താളിക്കണം. അപ്പോൾ ഞാൻ കുറച്ച് ടൈം അതൊന്ന് വെള്ളത്തിലിട്ട് വെക്കണം. നമ്മുടെ മുറ്റത്ത് ഉണ്ടായത് തന്നെയാണ്, മരുന്നടിക്കാത്തത് തന്നെയാണ്. പക്ഷേ വല്ല പുഴുക്കളും വല്ലതും ഉണ്ടാവുമോ വിചാരിച്ച്. പിന്നെ കുറച്ച് സോയാബീൻ അധികം എടുത്തിട്ടുണ്ട്. കുട്ടികൾക്കും വേണം എനിക്കും വേണം. അപ്പോൾ അങ്ങനെ സോയാബീൻ വെള്ളത്തിൽ കുതിരാൻ വേണ്ടി വെച്ച്. കുറച്ച് ചിക്കൻ ഉണ്ട് ഇനി ഫ്രിഡ്ജിൽ. അപ്പോൾ അതിന് കുറച്ചെടുത്തിട്ട് ഒന്ന് വെള്ളം ഒഴിച്ചിടുകയാണ്. അപ്പോൾ അത് ഞാൻ പൊരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ചീരയൊക്കെ വെള്ളത്തിലിട്ട് വെച്ച് ചീര താളിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ചട്ടി വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് പിന്നെ സോയാബീൻ ഫ്രൈ ആക്കി എടുക്കുകയാണ് കേട്ടോ. പിന്നെ ഇഷുമോൾക്ക് ഇപ്പം സ്നാക്കിനൊക്കെ ഇല്ലാത്തതുകൊണ്ട് ഫ്രൂട്ട്സും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ ഈ ഒരു വെള്ളപ്പത്തിൻ്റെ മാവ് കൊണ്ട് തന്നെ കുഞ്ഞ് ഇങ്ങനത്തെ അപ്പങ്ങളാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കാണാൻ നല്ല ലുക്കുണ്ട്. അപ്പോൾ ഓൾ കഴിച്ചും ചെയ്തോളും. അപ്പോൾ ഞാൻ ചൂടാറാൻ വേണ്ടി പരത്തി ഒരു പാത്രത്തിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ ചിക്കനൊക്കെ നന്നായിട്ട് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചു ഫ്രിഡ്ജിക്ക് വെക്കുകയാണ് കേട്ടോ. പിന്നെ താളിപ്പ് റെഡിയാക്കി വെക്കുന്നുണ്ട്. താളിപ്പ് ഇങ്ങനെ റെഡിയാക്കി വെക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ചുവന്നുള്ളി അരിഞ്ഞ് കഞ്ഞിവെള്ളം ഒഴിച്ച് പച്ചമുളക് ഇട്ട് ചീരൻ്റെ ഇതുപോലെ വലിയതാക്കിയിട്ട് അങ്ങനെ അരിഞ്ഞിട്ടല്ല ഇടൽ. ഇങ്ങനെ ഇട്ടാൽ താളിപ്പ് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. പിന്നെ അപ്പോൾ തന്നെ സോയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ പിന്നെ അവളെ സ്നാക്ക് ബോക്സൊക്കെ നിറച്ചു. പിന്നെ അവളെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്തോട്ടെ വിചാരിച്ചിട്ടാണ് കേട്ടോ അത്ര വെക്കുന്നത്. പിന്നെ സോയ 2 കൂട്ടാൻ പാത്രത്തേക്കും ആക്കണം. അപ്പം അങ്ങനെ ആക്കി അതും ഇതാക്കി. പിന്നെ നിഷുവിന് അവിടെ നിന്ന് ചോറ് കിട്ടുന്നതുകൊണ്ട് പിന്നെ അവൾക്ക് ചോറ് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. 2 സ്കൂളിൽ നിന്ന് ചോറ് കിട്ടും. അപ്പോൾ ഉപ്പേരിയൊക്കെ കൊണ്ടുപോയാൽ മതി. ഒക്കെ കഴിഞ്ഞ് ഞാൻ നിജുകുട്ടനെ അംഗൻവാടിക്ക് ആക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് വന്ന് ഞാനിതാ മാറ്റിയിട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. അപ്പം ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് പറഞ്ഞ ബിസ്മിയൊക്കെ ചൊല്ലിയാണ് ഇറങ്ങിയത്. അപ്പം നേരെ വൈകിയപ്പോൾ ഞാൻ വണ്ടി വിളിച്ചാണ് കേട്ടോ പോയത്. ഇവിടുന്ന് ജസ്റ്റ് നമ്മളെ വീട്ടിൽ നിന്ന് ഒരു 10 മിനിറ്റ് ഉള്ളൂ. നമ്മൾ അത്യാവശ്യം കാല് നീട്ടി വെച്ച് നടക്കുകയാണെന്നുണ്ടെങ്കിൽ.
അപ്പോൾ അന്നത്തെ ഫസ്റ്റ് ദിവസം തന്നെ ഞാൻ നേരം വൈകണ്ടല്ലോ വിചാരിച്ച് വണ്ടിക്ക് പോയി. പിന്നെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി ഞാൻ വേഗത എണ്ണ അടുപ്പത്തൊക്കെ വെച്ചിട്ട് ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് വേണം ചോറൊക്കെ തിന്നാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് വേണം നിജൂട്ടനെ കൊണ്ടുവരാൻ വേണ്ടി. അപ്പോൾ നിജു ബേബിനെ പിന്നെ അംഗൻവാടിയിലെത്തി. ഓനെ തന്നെ കണ്ടേപാട് ബാഗും വാട്ടർ ബോട്ടിലൊക്കെ എടുത്ത് ഇറങ്ങി വരികയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ പോയപ്പോൾ തൊട്ടാവാടിയൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടി തൊട്ട് വെക്കുകയാണ്. ചേരാട്ട ഈ ഇതുമ്മ തൊട്ടാ പുല്ലുമ്മല് ഇതുമ്മല് അതെന്താ മേവാടി തൊട്ടാവാടി. ഒന്നുകൂടെ തൊട്ടാ ഒന്നുകൂടെ തൊട്ടാ. വീട്ടിലെത്തി കുട്ടീനെയൊക്കെ ഫ്രഷാക്കി ഞാനും ഒന്ന് ഫ്രഷായി. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പേപ്പറൊക്കെ ഉണ്ട് 2 ദിവസത്തൊക്കെ ചുരുണ്ട് മടങ്ങി കിടക്കണേ. അതൊക്കെ ജസ്റ്റ് ഒരു ഭാഗത്തേക്ക് നീക്കി വെച്ച് പിന്നെ മുറ്റടിച്ച് വരാൻ വേണ്ടി ചൂലില്ലേനി. അപ്പോൾ 2 ഓല കിട്ടിയപ്പോൾ ഞാൻ വേഗം ആ ഓല അപ്പം തന്നെ ഇരുന്ന് ചീന്തി ചൂലാക്കുകയാണ് കേട്ടോ. നമ്മളെന്തെങ്കിലും മനസ്സ് വെച്ചാൽ അപ്പം തന്നെ റെഡി ആക്കണം. എനിക്ക് എന്തെങ്കിലും മനസ്സിൽ വിചാരിച്ചാൽ അപ്പം തന്നെ റെഡി ആവണം എന്നാണ്. അല്ലെങ്കിൽ പിന്നെ ആ ഭാഗത്തേക്കേ മനസ്സ് വെക്കാൻ പോകില്ല. 1 മണിക്കൂറിൻ്റെ പ്രയത്നത്തിന് ശേഷം എൻ്റെ ചൂല് റെഡി ആയിട്ടുണ്ടോ. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ പെട്ടെന്ന് ചൂലുണ്ടാക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ഇനി പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.